നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹണ്ടിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹണ്ടിങ് ചെയ്യാൻ പോയാലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്, ഇൻസുലിൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തൈ ഉണ്ട്, നമുക്കിതിൽ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തതിൽ 2 എണ്ണം ചെറിയ പ്ലാന്റും ബാക്കി 2 എണ്ണം ഞാൻ കുറച്ച് വലുതായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റെമ്പിൽ നല്ല നിറയെ തിളിർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് കളക്ട് ചെയ്യാം. നമ്മൾ വേറൊരു പ്ലാന്റ് കളക്ട് ചെയ്യാൻ വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മണി പ്ലാന്റ്സും കൂടെ കണ്ടു. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പുറത്തെ സൈഡിനെക്കാട്ടിലും ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നും കൂടെ കളക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത്രയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൊത്തം നല്ല ചെറിയ ഇലകളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് താഴെ പടർന്നുകൊണ്ടാണ് ഇത്ര ചെറിയ ഇലയായിട്ടുള്ളത്. ബാക്കി ഇവിടെ ഒരു മരത്തിൽ കംപ്ലീറ്റ് നിൽക്കുന്നതും വലിയ ഇലകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്തതുകൊണ്ട് അതിപ്പം പറിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കളക്ട് ചെയ്യാം. അടുത്ത പ്ലാന്റ് വണ്ടറിങ് ജൂ ആണ്. കണ്ടില്ലേ, ഈ ചെടികളുടെ ഇടയിൽ കംപ്ലീറ്റ് വണ്ടറിങ് ജൂ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കളക്ട് ചെയ്യാമേ. അപ്പോൾ നമ്മൾ അടുത്ത് കളക്ട് ചെയ്യാൻ പോണ ഈ ചെടിയാണ്. ഇത് പ്ലാന്റേൻ ലില്ലി അല്ലെങ്കിൽ ഫംഗിയ ലില്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ നിന്നൊന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് കളക്ട് ചെയ്യാം. നമ്മൾ ആദ്യം കളക്ട് ചെയ്തത് ഇൻസുലിൻ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെം കണ്ടില്ലേ, നല്ല റെഡിഷ് കളർ. ഇതിലൊരു ഫ്ലവറും വരും, അതും റെഡ് കളറാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റെമ്മിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു തൈ ഒരു സ്റ്റെമ്മിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അടുത്ത് കളക്ട് ചെയ്തത് മണി പ്ലാന്റ് ആയിരുന്നേ. അപ്പോൾ നല്ല ചെറിയ ഇലകളുള്ള ലീഫാണ് നമുക്ക് ആവശ്യം. നമുക്കൊരു ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കണ്ട ആ വലിയ ഇല നമ്മൾ നേരത്തെ കളക്ട് ചെയ്തതാണ്. അതിനി മണി പ്ലാന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പം കാണിക്കാം. മൊത്തം മണി പ്ലാന്റിൻ്റേത് എൻ്റെ കയ്യിൽ 3 വെറൈറ്റിയിലുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റും കൂടെയാണ്. നമ്മൾ അടുത്ത് കളക്ട് ചെയ്തത് വണ്ടറിങ് ജൂ ആണ്. അപ്പോൾ ഇതെനിക്ക് അവിടെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നമുക്ക് നിറയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് അത് നട്ടിട്ട് വല്ല കാട് പിടിക്കുമ്പോൾ അവർ വെട്ടിക്കളഞ്ഞായിരിക്കും നമുക്ക് ഈ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് നിറയെ ചെടി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അടുത്ത് കളക്ട് ചെയ്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പ്ലാന്റേൻ ലില്ലി അല്ലെങ്കിൽ ഫംഗിയ ലില്ലി എന്നാണ്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് പാർട്ട് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇല കണ്ടില്ല, എന്തോ ഡാമേജ് പറ്റിയതാണ്. നമ്മൾ പറിക്കാൻ പോയതിന് മുന്നേ ഇതിനൊരു ഡാമേജ് പറ്റി. പുതിയ ഇല വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരത്തെ കളക്ട് ചെയ്തൊരു പ്ലാന്റാണ് ഇത്. ഇന്ന് പറിച്ച 4 പ്ലാന്റ്സും നമുക്ക് നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ 2 ഹണ്ടിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.